മുഴുവൻ പാകിസ്ഥാനിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. ഇറാനു നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധം അവസാനിക്കുമോ എന്നാണ് ലോകം ചോദിക്കുന്നത്. എന്നാൽ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നുവെന്ന നിർണായകമായ വിവരം പുറത്തുവരികയാണ്. ചർച്ചയിൽ ഇറാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് കടുത്ത തീരുമാനമെടുത്തു എന്ന വിവരം കൂടി പുറത്തുവരികയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ ചർച്ച പരാജയമാണ് എന്ന കാര്യം ഉറപ്പായതോടെയാണ് ട്രംപിന്റെ നീക്കം. അമേരിക്കയുടെ നിബന്ധനകൾ ഇറാൻ സ്വീകരിച്ചില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. ഇറാനുമായുള്ള ചർച്ചയിൽ പോരായ്മയുണ്ടെന്നും അമേരിക്കയുടെ നിബന്ധനകൾ സ്വീകരിക്കേണ്ടെന്ന് ഇറാൻ തീരുമാനിച്ചെന്നും വാൻസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ച പാകിസ്ഥാനോട് നന്ദി പറഞ്ഞാണ് JD വാൻസ് വാർത്താസമ്മേളനം ആരംഭിച്ചത്. ചർച്ചയിൽ സംഭവിച്ച പോരായ്മകൾ പാകിസ്ഥാൻ കാരണമല്ല. അവർ ഞങ്ങളെ നന്നായി സഹായിച്ചു. ഞങ്ങളും ഇറാനും തമ്മിലുള്ള വിടവ് നികത്താനും കരാറിലെത്താനും അവർ നന്നായി പരിശ്രമിച്ചു. 21 മണിക്കൂറിൽ ഇറാനുമായി ഗൗരവമായ പല ചർച്ചകളും നടത്തി. അതൊരു നല്ല വാർത്തയാണ്. എന്നാൽ നമുക്കൊരു കരാറിലെത്താൻ സാധിച്ചില്ല. അമേരിക്കയേക്കാൾ ഇറാനെ സംബന്ധിച്ച് അതൊരു മോശം വാർത്തയാണെന്നാണ് ഞാൻ കരുതുന്നത്, വാൻസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കരാറിൽ എത്താതെയാണ് തങ്ങൾ അമേരിക്കയിലേക്ക് മടങ്ങുന്നതെന്ന് വാൻസ് പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളിൽ അവരെ ഉൾക്കൊള്ളുകയെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ അവരെ ഉൾക്കൊള്ളില്ല എന്നും തങ്ങൾ കൃത്യമായി പറഞ്ഞു. തങ്ങൾ അത് വ്യക്തമാക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ ഇറാൻ അമേരിക്കയുടെ നിബന്ധനകൾ സ്വീകരിച്ചില്ലെന്നും വാൻസ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ ആണവായുധം തേടില്ലെന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടെന്നും വാൻസ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം അതായിരുന്നുവെന്നും ഈ ചർച്ചയിൽ തങ്ങൾ കൈവരിച്ച നേട്ടം ഇതാണെന്നും വാൻസ് വ്യക്തമാക്കി. ചർച്ചകളിൽ ഉടനീളം ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചിരുന്നുവെന്നും JD വാൻസ് പറഞ്ഞു. കഴിഞ്ഞ 21 മണിക്കൂറിനുള്ളിൽ 12ലധികം തവണ ട്രംപുമായി സംസാരിച്ചെന്നും വാൻസ് പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് മികച്ച ഓഫറാണ്. ഇറാൻ അത് സ്വീകരിക്കുമോ എന്ന് നോക്കാം. ഇറാനും അമേരിക്കയും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇറാൻ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഞങ്ങൾ ഏറെ സഹാനുഭൂതിയുള്ളവരായിരുന്നു. നിങ്ങൾ ഇവിടെ നല്ല വിശ്വാസത്തോടെ വന്ന് കരാർ നേടാൻ പരമാവധി ശ്രമിക്കണമെന്ന് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ അത് ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ചർച്ചയിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, അദ്ദേഹം പറഞ്ഞു.